അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അവസാനത്തെ അത്തഹിയ്യാത്തിലെ പ്രാർത്ഥനയാണ്. നമ്മൾ തശഹുദിനും സ്വലാത്തിനും ശേഷം നമ്മൾ ഈ ദുആയും കൂടി ചൊല്ലണം. അപ്പോഴാണ് അവസാനത്തെ അത്തഹിയ്യാത്തിലെ പ്രാർത്ഥനകൾ പൂർണ്ണമാവുകയുള്ളൂ. ഓക്കെ, എന്താണ് ആ പ്രാർത്ഥന? അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അഅലൻതു വമാ അസ്റഫ്തു വമാ അൻത അഅലമു ബിഹി മിന്നി ഇന്നക അൻതൽ മുഖദ്ദിമു വ അൻതൽ മുഅഖറു ലാ ഇലാഹ ഇല്ലാ അൻത അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. അല്ലാഹുമ്മ ഇഗ്ഫിർലി, അല്ലാഹുവേ എനിക്ക് നീ മാപ്പ് നൽകണമേ. മാ ഖദ്ദംതു, ഞാൻ മുമ്പ് ചെയ്തു പോയതും. വമാ അഖർതു, ഞാൻ പിന്തിച്ചതും. വമാ അസ്റർതു, ഞാൻ രഹസ്യമായി ചെയ്തതും. വമാ അഅലൻതു, ഞാൻ പരസ്യമായി ചെയ്തതും. വമാ അസ്റഫ്തു, ഞാൻ പരിധി വിട്ട് ചെയ്തതും. വമാ അൻത അഅലമു ബിഹി മിന്നി, എന്നേക്കാൾ നന്നായി നിനക്കറിയാവുന്ന കാര്യങ്ങളും. ഇന്നക അൻതൽ മുഖദ്ദിം, തീർച്ചയായും നീയാണ് മുന്തിക്കുന്നവൻ. വ അൻതൽ മുഅഖറു, പിന്തിക്കുന്നവനും നീ തന്നെ. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ഇലാഹില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. മിൻ അദാബിൽ ഖബ്രി, ഖബറിലെ ശിക്ഷയിൽ നിന്ന്. വമിൻ അദാബിൻ നാരി, നരകശിക്ഷയിൽ നിന്നും. വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി, ജീവിതത്തിലെയും മരണത്തിലെയും നാശത്തിൽ നിന്നും. വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ, മസീഹുദ് ദജ്ജാലിൻ്റെ നാശത്തിൽ നിന്നും. നോക്ക്, അവസാനത്തെ പ്രാർത്ഥനയിൽ കുറേ കാര്യങ്ങൾ നമ്മൾ അള്ളാഹുവായിട്ട് സംസാരിക്കുന്നുണ്ട്. നമസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹിനോടുള്ള സംസാരമാണ്. എങ്ങനെയുള്ള സംസാരം? ആരോരും കേൾക്കാതെ നമ്മുടെ റബ്ബ് മാത്രം അറിയുന്ന കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുടനീളം വേണ്ട നല്ല നല്ല കാര്യങ്ങൾ ചോദിക്കുകയാണ്. പടച്ചവനെ, എനിക്ക് നീ മാപ്പ് നൽകണേ. ഞാൻ ഒരുപാട് തെറ്റൊക്കെ മുൻപ് ചെയ്തു പോയിട്ടുണ്ട്. ഒരു പക്ഷേ ഇനിയും ഞാൻ എൻ്റെ ലൈഫിൽ തെറ്റ് ചെയ്തേക്കാം. ഞാൻ പിന്തിച്ചതും. പിന്നെയോ, ഞാൻ രഹസ്യമായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവാം. വമാ അസ്റർത്തു, ഞാൻ രഹസ്യമായി ചെയ്തതും. പിന്നെ പറയുന്നത് വമാ അഅലൻതു, ഞാൻ പരസ്യമായി ചെയ്തതും. വമാ അസ്റഫ്തു, ഞാൻ പരിധി വിട്ട് ചെയ്തതും. എന്താ, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും ഒരുപക്ഷെ ഞാൻ ചെയ്തു പോയിട്ടുണ്ടാകാം. അതൊക്കെ അല്ലാഹുമ്മ ഗ്ഫിർലി, എനിക്ക് നീ പുറത്തു തരണം കേട്ടോ പടച്ചവനെ. വമാ അൻത അഅലമു ബിഹി മിന്നി, നോക്ക്, ഞാൻ നിൻ്റെ ഒരു അടിമ മാത്രമാണ്. എന്നേക്കാൾ നന്നായി നിനക്കാണ് എൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്നത്. വളരെ നിഷ്കളങ്കമായിട്ട് നമ്മൾ പടച്ചവനോട് സംസാരിക്കുകയാണ് അല്ലേ? കാരണം എന്താ? അള്ളാഹുവാണ് നമ്മളെ സൃഷ്ടിച്ച ആള്. അപ്പോൾ ആ അള്ളാഹ്ക്ക് നമുക്ക് നമ്മളറിയുന്നതിനേക്കാൾ കൂടുതൽ നമ്മളുടെ ദൗർബല്യങ്ങളും നമ്മളുടെ മറ്റ് കാര്യങ്ങളും ചിന്തകളും എല്ലാം അറിയുന്നത് പടച്ചവനക്കാണ്. അങ്ങനെയുള്ള പടച്ചവന് എനിക്ക് നീ പുറത്ത് തരണം കേട്ടോ. ഇന്നക അൻതൽ മുഖദ്ദിം, തീർച്ചയായും നീയാണ് മുന്തിക്കുന്നവൻ.
വാനത്തൽ മോഹർ, പിന്തിക്കുന്നവനും നീ തന്നെ. അപ്പോൾ മുൻപ് ഉള്ള കാര്യങ്ങൾ അറിയുന്നതും നമ്മൾ ചെയ്തു പോയതൊക്കെ മനസ്സിലാക്കിയും ഇനി ചെയ്യാനിരിക്കുന്നത് അറിയുന്നവനും അള്ളയാണ്. നമുക്കൊന്നും അറിയില്ല. നമ്മൾ ഇങ്ങനെ ജീവിക്കുകയാണ്. റബ്ബിൻ്റെ ഒരു അനുഗ്രഹത്താൽ നമ്മൾ ജീവിച്ചു പോവുകയാണ്. അപ്പോൾ അവനേക്കാണ് എല്ലതും അറിയുക. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ഒരു ഇലാഹും ഇല്ലാട്ടോ. എന്നുവെച്ചാൽ ഇവിടെ ആ ഏകദൈവ സിദ്ധാന്തം അത് നമ്മൾ വളരെ പെർഫെക്റ്റായിട്ട് പറയണം നമസ്കാരത്തിലുടനീളം. ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ഇലാഹില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. മിൻ അദാബിൽ ഖബരി, ഖബറിലെ ശിക്ഷയിൽ നിന്ന്. നോക്ക്, നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നുണ്ട്. ഇനി പെട്ടെന്ന് നമ്മൾ മരിച്ചു പോകും. അപ്പോൾ അവിടെ നമ്മൾ മോശം പ്രവർത്തികളാണ് ലൈഫിലുടനീളം ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും ഖബർ എന്ന ആ വീട്ടിൽ നമുക്ക് ശിക്ഷ കിട്ടും. അത് ഭയങ്കരം ഭയാനകമായിരിക്കും. നമ്മൾ ഒറ്റക്കാണ് അവിടെ, ആരും നമുക്ക് കൂട്ടിനുണ്ടാവില്ല. ഇപ്പം നമ്മളുടെ തെറ്റ് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിച്ച നമ്മുടെ കൂട്ടുകാരോ ഇനി എന്ത് വന്നാലും ഓടി അഭയം തേടുന്ന നമ്മുടെ മാതാപിതാക്കളോ തുണയായി നിൽക്കുന്ന നമ്മുടെ സഹോദരങ്ങളോ പിന്നെ ഇണകളോ ഒന്നും തന്നെ ഖബറിലുണ്ടാവില്ല. ഒറ്റക്കായിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ മുൻകൂട്ടി അവിടെയൊക്കെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് അള്ളാഹിനോട് പറയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ. പടച്ചവനെ, ഞാൻ നിന്നോട് ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷ തേടുന്നു. ഒമിൻ അദാബിന്നാർ, അല്ലാ ഇനിയൊരു ഭയാനകമായൊരു സംഭവം വരാനിരിക്കുന്നുണ്ട് അല്ലേ. ഇവിടുത്തെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ ശിക്ഷയും ഇതെല്ലാ വിധികളൊക്കെ നടപ്പാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹ് അവിടെ ഒരു നരകമെന്ന ഒരു ഭവനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഭവനത്തിൽ നിന്നൊക്കെ അവിടേക്ക് വീഴണേലും മുമ്പ് പടച്ചവനെ എന്നെ രക്ഷിക്കണേ, നരകശിക്ഷയിൽ നിന്നും എന്നെ ഖബറിലെ ശിക്ഷയിൽ നിന്നുമൊക്കെ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. മിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്തി, ജീവിതത്തിലെയും മരണത്തിലെയും നാശത്തിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. നമ്മുടെ ജീവിതമായാലും മരണമായാലും ഒക്കെ പലതും നമുക്ക് സംഭവിക്കാം. അങ്ങനെ ആ സംഭവിക്കുന്ന സംഭവ വികാസങ്ങളിൽ നിന്നൊക്കെ എന്നെ നീ രക്ഷപ്പെടുത്തണം കേട്ടോ. വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ, മസീഹ് ദജ്ജാലിൻ്റെ നാശത്തിൽ നിന്നും. ആരാണ് മസീഹ് ദജ്ജാൽ? ലോകത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ, ലോകം അവസാനിക്കാൻ പോകുമ്പോൾ നമ്മളുടെ മുസ്ലിം സമൂഹത്തെ, അതായത് വിശ്വാസി സമൂഹത്തെ, അള്ളാഹു ഏകനാണ് എന്ന് വിശ്വസിച്ച് ജീവിച്ച ആ സമൂഹം നേരിടേണ്ടി വരുന്ന ഒരു മഹാവിപത്താണ് മസീഹ് ദജ്ജാൽ. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഭയങ്കര നല്ല രസകരമായ പ്രാർത്ഥന അള്ളാഹുവിനോട് ടു സെഡ് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇങ്ങനെ ചോദിച്ചും അള്ളാഹുവിനെ പുകഴ്ത്തിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി പ്രാർത്ഥിച്ചും ഒക്കെ ഇവിടം വരെ നമ്മളെത്തി. ഓക്കെ. അപ്പം നമസ്കാരം എന്നത് പൂർണ്ണ രൂപത്തിൽ അള്ളാഹുവിനെ ഇങ്ങനെ കീഴ്പ്പെട്ടുകൊണ്ട് അവനോട് യാചിക്കുന്ന ഒരു ഒരു നമ്മുടെ ഒരു അവകാശമാണല്ലേ, ജീവിക്കുമ്പോൾ നന്നായി ജീവിക്കുക എന്നുള്ളത്. അതിന് അള്ളാഹുടെ സഹായം കൂടിയേ തീരൂ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ പ്രാർത്ഥനയോട് കൂടിയിട്ട് നമ്മളുടെ നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ പൂർത്തിയാവുകയാണ്. മനസ്സിലായില്ലേ മക്കളെ, കുട്ടികളെ? ഇനി നോക്കിയേ, ഇനി നമ്മൾ ഒരു കുനൂത്ത് എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന കൂടി നമുക്ക് പഠിക്കേണ്ടതുണ്ട് ഈ ഭാഗത്ത്. അപ്പോൾ ഇത് നമസ്കരിക്കാം, എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്, നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ ഏതൊക്കെയാണ്, അതാണ് ഇപ്പം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാഠം 5-ലെ 3-ാമത്തെ ഭാഗമാണ് ഇത്. ഓക്കെ. അപ്പോൾ കുനൂത്ത് എന്ന് പറയുന്ന ഒരു സംഗതി കൂടി നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അത് ചില പ്രത്യേക അവസരങ്ങളിൽ നമസ്കാരത്തിൻ്റെ അവസാന റക്അത്തിൽ ചൊല്ലുന്ന പ്രാർത്ഥനയാണ് കുനൂത്ത്. എഴുത്തിദാലിലാണ് ഇത് ചൊല്ലുക. അപ്പം ഇത് ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് ദിവസേന സുബ്ഹ് നമസ്കാരത്തിൽ ഇത് ചൊല്ലണമെന്ന അഭിപ്രായമുണ്ട്. വിത്ർ നമസ്കാരത്തിൽ അവസാനത്തെ റക്അത്തിലെ എഴുത്തിദാലിൽ കുനൂത്ത് ഓതുന്നത് ഉത്തമമാണ്. മുസ്ലിങ്ങൾക്ക് വല്ല ആപത്തും സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ആപത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് 5 നേരത്തെ ഫർള് നമസ്കാരങ്ങളിലും കുനൂത്ത് ഓതുന്നത് നല്ലതാണ്.
ഓക്കെ. അപ്പോൾ എന്താണ് കുനൂത്ത്, എങ്ങനെയാണ് ഓതുക നോക്ക്. അല്ലാഹുമ്മ ഇഹ്ദിനി ഫീമൻ ഹദൈത വആഫിനി ഫീമൻ ആഫൈത വതവല്ലനി ഫീമൻ തവല്ലൈത വബാരിക് ലി ഫീമാ അഅ്തൈത വഖിനി ശർറ മാ ഖളൈത ഫഇന്നക തഖ്ളി വലാ യുഖ്ളാ അലൈക വഇന്നഹു ലാ യദില്ലു മൻ വാലൈത വലാ യഅ്സു മൻ ആദൈത തബാറക്ത റബ്ബനാ വതആലൈത വലക്കൽ ഹംദു അലാ മാ ഖളൈത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക വസല്ലി അലൻ നബിയ്യി മുഹമ്മദിൻ. ഇതാണ് കുനൂത്ത്. ഓക്കെ. ഇനി ഇതിൻ്റെ മീനിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇഹ്ദിനി ഫീമൻ ഹദൈത, നീ നേർവഴിയിലാക്കിയവരോടൊപ്പം എന്നെയും നേർവഴിയിലാക്കണമേ. വആഫിനി ഫീമൻ ആഫൈത, നീ സൗഖ്യം നൽകിയവരോടൊപ്പം എനിക്കും സൗഖ്യം നൽകണമേ. വതവല്ലനി ഫീമൻ തവല്ലൈത, നീ സംരക്ഷണം ഏറ്റെടുത്തവരോടൊപ്പം എൻ്റെ സംരക്ഷണവും നീ ഏറ്റെടുക്കണമേ. വബാരിക് ലി ഫീമാ അഅ്തൈത, നീ നൽകിയതിൽ എനിക്ക് അനുഗ്രഹം ചെയ്യണമേ. വഖിനി ശർറ മാ ഖളൈത, നീ വിധിച്ചതിൻ്റെ നാശത്തിൽ നിന്ന് എന്നെ കാത്തുരക്ഷിക്കണമേ. ഫഇന്നക തഖ്ളീ, തീർച്ചയായും നീ വിധിക്കുന്നു. വലാ യുഖ്ളാ അലൈക, നിനക്കെതിരിൽ ആരും വിധിക്കുകയില്ല. വഇന്നഹു ലാ യദില്ലു മൻ വാലൈത, നീ സ്നേഹബന്ധം പുലർത്തിയവൻ ഒരിക്കലും നിന്ദ്യനാവുകയില്ല. വലാ യഅ്സു മൻ ആദൈത, നീ ശത്രുത പുലർത്തിയവൻ പ്രതാപിയാവുകയുമില്ല. തബാറക്ത റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, നീ അനുഗ്രഹം തികഞ്ഞവനാകുന്നു. വതആലൈത, ഔന്നിത്യത്തിനുടമയുമാണ് നീ. വലക്കൽ ഹംദു, അതിനാൽ നിനക്കാകുന്നു സർവസ്തുതികളും. അലാമാ ഖളൈത, നിന്റെ തീരുമാനങ്ങളുടെ പേരിൽ. അസ്തഗ്ഫിറുക, ഞാൻ നിന്നോട് പാപമോചനം തേടുന്നു. വഅതൂബു ഇലൈക, നിന്നോട് പശ്ചാത്തപിക്കുകയും ചെയ്യുന്നു. വസല്ലി അലൻ നബിയ്യി മുഹമ്മദിൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നീ ഗുണം ചെയ്യണമേ. നോക്ക്, അള്ളാഹുവിനോട് നമ്മൾ ഹൃദയം തുറന്നിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. പടച്ചവനെ, ഈ പ്രാർത്ഥന ചില പ്രത്യേക അവസരങ്ങളിൽ നമസ്കാരത്തിൻ്റെ അവസാന റക്അത്തിലെ എഴുത്തിദാലിൽ ചൊല്ലേണ്ട പ്രാർത്ഥനയാണ്. നമ്മൾ റുക്കോയിൽ പോയി സമി അല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞതിന് ശേഷം കൈ രണ്ടും അള്ളാഹുവിൻ്റെ നേരെ ഉയർത്തി അതിന് ശേഷം നമ്മളിങ്ങനെ നിന്ന് പ്രാർത്ഥിക്കണം. എന്നിട്ട് ആ പ്രാർത്ഥനയോടെ നമ്മൾ സുജൂദിലേക്ക് പോകണം. ഓക്കെ. അപ്പോൾ അള്ളാഹിനോട് പറയാണ്, പടച്ചവനെ, നീ നേർവഴിയിലാക്കിയ ഒരുപാട് അമ്പിയാ മുർസലീങ്ങളും ഒരുപാട് നല്ല നല്ല വ്യക്തിത്വങ്ങളൊക്കെ കടന്നു പോയിട്ടുണ്ടല്ലോ, അവരോടൊപ്പം എന്നെയും നീ നേർവഴിയിലാക്കണമേ. പിന്നെയോ, നീ ഒരുപാട് പേർക്ക് നീ സുഖജീവിതം നൽകിയിട്ടുണ്ട്, സൗഖ്യം നൽകിയിട്ടുണ്ട്. അവരോടൊപ്പം എനിക്കും നീ സൗഖ്യം നൽകണോട്ടോ, സുഖജീവിതം നൽകണോട്ടോ. അതേപോലെ നീ ഏറ്റെടുത്തിട്ടുണ്ട്, സംരക്ഷണം കൊടുത്തിട്ട്. അങ്ങനെ സംരക്ഷിക്കുന്ന ആളുകളുടെ കൂടെ എന്നെയും നീ ചേർക്കണോട്ടോ. പിന്നെയോ, നീ നൽകിയതിൽ എനിക്ക് അനുഗ്രഹം ചെയ്യണമേ. എനിക്ക് എന്താണോ നീ നൽകിയത് അതിൽ നിൻ്റെ അനുഗ്രഹം, നിൻ്റെ നോട്ടം എപ്പോഴും ഉണ്ടാകണം. അതേപോലെ നീ പല പല നിൻ്റെ ആ വിധികളുണ്ടല്ലോ, ആ വിധിയുടെ നാശത്തിൽ നിന്ന് നീ എന്നെ കാത്തുരക്ഷിക്കണോട്ടോ. തീർച്ചയായും നീ തന്നെയാണ് വിധിക്കുന്നവൻ. കാരണം എന്താ, അള്ളാഹുവാണ് നമ്മളെ സൃഷ്ടിച്ചത്, അവനാണ് നമ്മളിങ്ങനെ ജീവിപ്പിച്ച് കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഇടയിൽ എന്തെല്ലാം ഉണ്ടാകുമെന്ന് അവനക്ക് മാത്രമാണ് അറിയുള്ളൂ. അപ്പം അങ്ങനെയുള്ള ആ വിധികളിൽ നിന്ന് നീ എന്നെയും കാക്കണം. അതേപോലെ വലായുഖ്ളാ അലൈക, നിനക്കെതിരിൽ ആരും വിധിക്കാൻ ശക്തിപ്പെടില്ല, ഒരാളും അതിന് തയ്യാറാവില്ല. കാരണം എന്താ, എല്ലാത്തിൻ്റെയും അന്ത്യവും ആദ്യവും ഒക്കെ നീയാണ്. നീയാണ് തീരുമാനിക്കുന്നവന്. ഇന്നഹു ലാ യദില്ലു മൻ വാലൈത, നീ സ്നേഹബന്ധം പുലർത്തിയവൻ ഒരിക്കലും നിന്ദനാവില്ല. നീ ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവന് എന്നും നിന്റെ സംരക്ഷണത്തിലായിരിക്കും. ഓക്കെ. നമ്മൾ സൂറത്തുൽ ബയ്യിനയിൽ ലാസ്റ്റ് ഭാഗത്ത് പറയണ്ടല്ലോ, എന്താ, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടു, അവർ അള്ളാഹിനെയും തൃപ്തിപ്പെട്ടു.
അപ്പൊ അള്ളാഹ് സ്നേഹിച്ച ഒരാള് ഒരിക്കലും നിന്ദ്യനാവില്ല. അതേപോലെ നിനക്ക് വേണ്ടാന്ന് തോന്നിയ ഒരാളാണെങ്കിലോ അയാൾ പ്രതാപിയാവില്ല, അവൻ രക്ഷപ്പെടുകയില്ല. വലായ ഐസുമന്ന അതേത്ത, നീ ശത്രുത പുലർത്തിയവൻ പ്രതാപിയാവുകയുമില്ല. തബാറക്കത്ത റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, നീ അനുഗ്രഹം തികഞ്ഞവനാകുന്നു. എല്ലാ അനുഗ്രഹവും നിന്റെ കയ്യിലാണുള്ളത്. അതിൽ നിന്നാണ് നമ്മൾ ചോദിക്കണ. വതാലേത്ത, ഔന്നത്യത്തിനുടമയുമാണ് നീ. നീയാണ് ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന ആള്. വലക്കൽ ഹംദ്, അതിനാൽ നിനക്കാകുന്നു സർവസ്തുതികളും. അലാമാ കളയത്ത, നിന്റെ തീരുമാനങ്ങളുടെ പേരിൽ. അസ്തഗ്ഫിറുക, ഞാൻ നിന്നോട് പാപമോചനം തേടുന്നു. അല്ലേ, പടച്ചോനാണ് ഓരോന്ന് നമുക്ക് വിധിച്ചു വെച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള നമ്മുടെ ആ ഭാഗത്ത് നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലാ, ഞാൻ നിന്നോട് പാപമോചനം തേടുകയാണ് കേട്ടോ. അതൂബയിലേക്ക, നിന്നോട് ഞാൻ പശ്ചാത്തപിക്കുകയും ചെയ്യുന്നു. വസല്ലി അലൻ നബി മുഹമ്മദിൻ, നീ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവാചകനുണ്ടല്ലോ, ഞങ്ങളുടെ മുത്ത് റസൂലുള്ള, ആ മുത്ത് റസൂലുള്ളാക്ക് നീ ഗുണം ചെയ്യണം കേട്ടോ പടച്ചോനെ. എന്താല്ലേ, എത്ര സ്നേഹമാണ് നമുക്ക് നബിയോനോട്, എത്ര സ്നേഹമാണ് നമ്മുടെ അള്ളഹാനോട്. അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിച്ചതിന് ശേഷമാണ് നമ്മുടെ പാരൻസിനെ നമ്മൾ സ്നേഹിക്കുക. ഓക്കെ, അതിനേക്കാൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മറ്റുള്ളവരിലേക്കൊക്കെ സ്നേഹം പോകാൻ പാടുള്ളൂ. ആദ്യം റബ്ബിനെ, പിന്നെ റസൂലിനെ, പിന്നെ നമ്മുടെ മാതാപിതാക്കളെ. പക്ഷെ ഇന്ന് കുട്ടികളൊക്കെ എന്താ ചെയ്യണേ? അവർക്ക് എന്തെങ്കിലും ഇഷ്ടം തോന്നിയാൽ അവരിന്ന് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക അവരുടെ മൊബൈലിനൊക്കെയാണ്. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. അതേപോലെ അവരുടെ സ്നേഹിതന്മാരെ, അവരുടെ വേറെ മറ്റാളുകളെ അവരൊന്നുമല്ല സ്നേഹിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ അള്ളാനെ, പിന്നെ റസൂലിനെ. ഓക്കെ, ഇനി നമുക്ക് ഈ പാഠത്തിൽ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. എന്നിട്ട് നമസ്കരിക്കുമ്പോൾ ചൊല്ലേണ്ട എല്ലാ പ്രാർത്ഥനകളും അതിൻ്റെ മീനിങ്ങും ബൈഹാർട്ടാക്കുക. ഓക്കെ, നല്ല കുട്ടികളായിട്ട് പഠിച്ച് എഴുതി നോക്കുക. അവസാനം ഒന്ന് എഴുതി നോക്കണം, അപ്പോഴാണ് അത് ഹൃദയത്തിലുണ്ടോ ഇല്ലയെന്ന് അറിയാൻ പറ്റുക. ഓക്കെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ദുആയിൽ മിസ്സിനെയും കൂടിയിട്ട് ഉൾപ്പെടുത്തുക. റബ്ബന ആത്തിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ കുട്ടികൾക്ക് അള്ളാഹു നല്ലത് വരുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.